ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഒരു ലോങ് ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ ക്യാമറ ചെറുതായിട്ടൊന്ന് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അതെനിക്ക് ഇന്നലെയാണ് ശരിയാക്കി കിട്ടിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 15/9/2020. അപ്പോൾ അതാണ് ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡേറ്റിൻ്റെ കാര്യം പറയാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ചലഞ്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഒരു 7 ഡേ ചലഞ്ചാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നത് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും. അതിലോണെന്ന് ഓപ്ഷൻ പ്രസ് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരണം. അപ്പോൾ നമുക്ക് വേഗം വീട്ടിലോട്ട് പോകാം. അപ്പം എൻ്റെ ഈ ഒരു കോലം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും ഒപ്പം അത് എങ്ങനെയാണ് അത് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എത്രത്തോളം അത് യൂസ്ഫുള്ളാണ്, അത് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും എന്താ പറയുക ഗുണമുണ്ടോ അല്ലെങ്കിൽ അത് വേസ്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതെനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് പെപ്പർ ഹണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിൽ നിന്ന് എനിക്ക് അയച്ചതാണ്. ഇതൊരു ഫേസ് പാക്കാണ് കേട്ടോ. അതിൻ്റെ ഒരു പൊടിയാണ്. അത് നമ്മൾ പാക്ക് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യണം. അതെ, ഞാൻ ഇങ്ങനെ കാണിച്ചാലേ കമത്തി കഴിഞ്ഞൊക്കെ പോവും. അപ്പം ഞാനിത് യൂസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം ഞാനിതൊരു 7 ഡേ ചലഞ്ചായിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു 7 ഡേ ഞാൻ ഇത് വീഡിയോ അപ്ലോഡ് ആക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഗുണനിലവാരം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് 100% നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്തുള്ളത്. ഇത് അവർ അയച്ചതിൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത് കാണാൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ജാതിക്കയാണല്ലോ. അപ്പോൾ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ, ടെൻഡർ പെപ്പർ, വൈൽഡ് ടർമറിക്, അതുപോലെ തന്നെ രക്തചന്ദനം, ബദാം, ഡേറ്റ്സ്, ബീറ്റ്റൂട്ട്, ലെമൺ, നാൽപ്പാമരം, പിന്നെ 24 നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ആക്നെ, അതുപോലെ തന്നെ പിമ്പിൾസ് വന്നതിൻ്റെ പാട്, കറുത്ത പാടുകൾ, പിന്നെ അതുപോലെ റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പേജ് എനിക്ക് അയച്ചെന്ന പേജിൽ ചേച്ചി എന്നോട് പറഞ്ഞത്, ഇത് അവർക്കൊരു ആദിവാസി പറഞ്ഞു കൊടുത്ത സീക്രട്ടായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് അവർ ഈ ഒരു പാക്ക് തയ്യാറാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി എന്തായാലും ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ എൻ്റെ ഫേസിൽ ഇപ്പോൾ നോക്കിക്കോട്ടാം. അതേ കണ്ട കുറച്ച് ഇതൊക്കെ കുരു വന്നിട്ട് ഞാൻ പൊട്ടിക്കളഞ്ഞ പാടാണ്. ഇപ്പം ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തില്ല, ജസ്റ്റ് എന്താ പറയുക പൊട്ട് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇവിടെയൊക്കെ പിമ്പിൾസ് വന്നിട്ട് ഞാൻ കുത്തി പൊട്ടിച്ച പാടുകളാണ് ഈ കാണുന്നത്. പിന്നെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടോ കുരുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചത്. അപ്പം ഞാനിത് എന്തായാലും അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. അതിനകത്ത് ടെൻഡർ പെപ്പർ ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് അങ്ങനെ പൊള്ളുന്ന പോലെ എരിയുന്ന പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നോർമലാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളിത് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് എന്തായാലും അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു 7 ഡേ എങ്ങനെയുണ്ടാവും നമുക്ക് നോക്കാം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇത് എനിക്ക് ആവശ്യമുള്ള ഒരു എമൗണ്ട് ഞാൻ എടുക്കാം കേട്ടോ. നല്ലൊരു എന്താ പറയുക ഒരു ആയുർവേദിക് സ്മെല്ലാണ് കേട്ടോ ഉള്ളത്. ഞാൻ ഒരു ഇത്രയും എമൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് കൂടോ എന്താണെന്ന് അറിയില്ല. ഞാനൊരു ഈ ഒരു ടീസ്പൂണിൽ 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഹണി, കേർഡ്, അതുപോലെ മിൽക്ക്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ വാട്ടർ അല്ലെങ്കിൽ ടൊമാറ്റോ ജ്യൂസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
ഈ ഹണി ടൊമാറ്റോ ജ്യൂസൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ ഹണിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് ഹണി ഞാനൊരു ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സാക്കി കാണിച്ചു. അപ്പോൾ ഞാനിത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇരിക്കുക കണ്ടോ. ഇതിനിപ്പോൾ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് തുടച്ചെടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. കണ്ണിൻ്റെ അടിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം നമ്മൾ ഫേസ് പാക്കൊക്കെ ഇപ്പോൾ കണ്ണിൻ്റെ അടി ഇത്രയും ഭാഗം ഇട്ടിട്ട് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് ആവശ്യം അങ്ങോട്ട് വിടാം. ഒരു തിക്ക് ലെയറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് എനിക്ക് കിട്ടിയിട്ട് കുറേ നാളായിട്ടോ. കുറേ നാളെന്ന് വെച്ചാൽ ഒരു 2-3 ആഴ്ചയെങ്കിലും ആയിട്ടുണ്ടാവും എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. പക്ഷെ എനിക്ക് ക്യാമറ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. കൂടുതലും പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ അവിടെ ഒന്ന് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഇത്തിരി നീറുന്നുണ്ട് കേട്ടോ. ഞാനിതുവരെയും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് കഴിഞ്ഞേക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറയും. ഞാനത് ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ, കഴുത്തിലൊന്നും ഇടുന്നില്ല കേട്ടോ. പെപ്പർ ഹണ്ടിൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. കാരണം ഇതിൻ്റെ റിവ്യൂ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടാവും, ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടാവും. എന്തായാലും നിങ്ങൾ കയറി നോക്കാം. അപ്പോൾ ഞാൻ കട്ടിക്ക് ഇട്ട് കൊടുക്കുകയാണ്. എനിക്കിത് ബാലൻസ് വന്നു കേട്ടോ. അടുത്തത് എമൗണ്ട് പോയി കുറച്ച് കട്ടിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബാലൻസ് വന്നുകൊണ്ടല്ല കേട്ടോ കട്ടിക്ക് ഇട്ട് കൊടുത്തത്. ഒറ്റ കോട്ടയിൽ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ ഇട്ടതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിൽക്കും ഇത്ര ഞാനെടുത്ത എമൗണ്ട് വേണ്ടി വരില്ല. എനിക്ക് രണ്ട് തവണ ചെയ്യാനൊന്നും ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ സെറ്റ്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞു. പിന്നെ നമുക്കൊരു 15 to 25 മിനിറ്റ്സ് നമുക്കിത് ഡ്രൈ ആവുന്ന വരെ നമ്മുടെ ഫേസിൽ വെക്കാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഡ്രൈ ആയിട്ടല്ല, കാരണം എന്താ നമ്മൾ ഹണിയാണ് യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഡ്രൈ ആവില്ല കേട്ടോ. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു മെഴുക്ക് പിടിച്ച പോലെ ഇരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒലിച്ചൊലിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തേച്ച് കൊടുത്ത്. അപ്പോൾ ഞാനിത് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതേ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലോണം എന്താ പറയുക ക്ലിയർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി നല്ല ഒരു ബ്രൈറ്റ്നെസ് കിട്ടിയിട്ടുണ്ട് ഇല്ലേ. അത് നേരത്തെ ഒരു കോലം ഇപ്പോഴത്തെ ഒരു കോലം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ നല്ലോണം എനിക്ക് നന്നായിട്ട് എനിക്ക് ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരാഴ്ച നമുക്ക് എന്തായാലും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ടൊരു ഫൈനൽ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ